ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ കാഫ്രയിലാണ്. അപ്പോൾ ഇതൊരു ഗോവൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആകട്ടെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ ഒരു പിടിയോളം മല്ലിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മല്ലിയിലേക്ക് ഏകദേശം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് കുറച്ച് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് കുറച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രൈക്ക് ഒരു ഇത്തിരി എരിവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ, ബേലീവ്സ്, ഏലക്ക, പട്ട. ഇത് ഇത്രയും കൂടെ എടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം ഗരം മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഇത് ഇത്രയും കൂടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതില്ലാത്തവർ നമ്മളിതുപോലെ ഗ്രാമ്പൂ, ബേലീവ്സും ഏലക്കയും പട്ടയും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനാഗിരി ഒരു 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. അപ്പം വിനാഗിരി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നാരങ്ങ നീരും കൂടെ ഒരു പകുതി നാരങ്ങ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലാണ് നമ്മുടെ ഈ ഒരു മാറിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 800 ഗ്രാം ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഈ കത്തി കൊണ്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാലകളൊക്കെ നല്ലതായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പീസും എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. പിന്നെ ചിക്കൻ പീസ് എടുക്കുമ്പം എല്ലോട് കൂടിയ ചിക്കൻ പീസുകളൊക്കെയാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. അതാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിക്കൻ പീസുകൾ എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു പകുതി ഭാഗം നാരങ്ങ, നല്ല നീരുള്ള നാരങ്ങയാണ്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പും മസാലകളും ഒക്കെ പെട്ടെന്ന് പിടിപ്പിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ചിക്കനിലേക്ക് ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ ചിക്കനിലൊക്കെ നല്ലതായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു കുറഞ്ഞതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് ഈ പൊട്ടറ്റോ വെഡ്ജസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിതൊരു പൊട്ടറ്റോ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം പൊട്ടറ്റോ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇത് നമ്മുടെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ച് പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചിക്കൻ ഇങ്ങനെ ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത്. എല്ലാ ചിക്കനും ഇങ്ങനെ വേറിട്ട് നല്ല ഇച്ചിരി ഗ്യാപ്പൊക്കെ കൊടുത്ത രീതിയിൽ വേണം ചിക്കൻ ഓരോന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി കൺജസ്റ്റഡ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഈ ചിക്കൻ എല്ലാം ഇതിനകത്തേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ചിക്കനെല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇത്തിരി കൂടുതൽ എണ്ണയായാലും കുഴപ്പമില്ല. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി പൊട്ടറ്റോ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പൊട്ടറ്റോയ്ക്കകത്ത് ഉപ്പ് മാത്രം വിതറിയിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ മസാലകളൊന്നും പൊട്ടറ്റോയിലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അതേണ്ട ചിക്കൻ രണ്ട് സൈഡും ഫ്രൈ ആയി നല്ല സ്മെല്ലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പൊട്ടറ്റോയും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പം ഇത് നമുക്ക് ഇനിയൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇതിന് ചുറ്റിലുമായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോസ് വെച്ച് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അല്ല നീളത്തിൽ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കാഫ്രേൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കാഫ്രേൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം പൊട്ടറ്റോ ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പോൾ ആർക്ക് കഴിച്ച് നോക്കിയാലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണിത്. ഒരു വേറിട്ട ഒരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തവണ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ്.